നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവ് പുറത്തുവിട്ട് പരാതിക്കാരിയിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും ലക്ഷങ്ങൾ വാങ്ങി. 2024 മുതലാണ് ഷിയാസ് പണം വാങ്ങിയത്. ഷിയാസിന്റെ അക്കൗണ്ടിലും കുടുംബാംഗങ്ങളുടെ അക്കൗണ്ടിലും പണം വന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെയുള്ള തുകകളാണ് അക്കൗണ്ട് വഴി കൈപ്പറ്റിയത്. ഷിയാസ് കരീമും ഭാര്യ ദർബയും ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ തെളിവുകൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഷിയാസിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും അക്കൗണ്ടുകളിലേക്ക് ഗൂഗിൾ പേ വഴിയും മറ്റ് നേരിട്ട് ബാങ്ക് ഇടപാടുകൾ വഴിയും നടത്തിയ പണത്തിന്റെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 1 ലക്ഷം മുതലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഷിയാസ് പണം വാങ്ങിയത് 2024 മുതലാണെന്നും ഈ അക്കൗണ്ടുകൾ പരിശോധിച്ചാലായി കാണാൻ സാധിക്കും. എന്തായാലും ഈ പരാതി പോലീസ് വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്കാരിയുടെ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിയാസ് കരീം ഈ സ്ത്രീയുടെ വീടിന്റെ ലൊക്കേഷൻ ചോദിക്കുന്നതും അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നതുമൊക്കെ ഈ ചാറ്റിന്റെ അത്തരത്തിലുള്ള ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ കുറച്ചുകൂടി ശബ്ദരേഖകളും ഷിയാസിൻ്റെതെന്ന് പറയുന്ന ശബ്ദരേഖകളും സ്ത്രീ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഷിയാസ് കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് ഓഡിയോയിലുള്ളത്. അത്യാവശ്യമായിട്ട് വേണം. 1-2 ദിവസം അതിനുള്ളിൽ റെഡിയാക്കണം. നോക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. സ്ത്രീ എന്തായാലും ഈ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നിലവിൽ ഈ പരാതി അന്വേഷിക്കുന്നത് കോഴിക്കോട് ചേവായൂർ പോലീസാണ്. വരും ദിവസങ്ങളിൽ ഷിയാസ് കരീമിനെ ചോദ്യം ചെയ്യലിനടക്കം വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യുവതിയുടെ വിശദമായിട്ടുള്ള മൊഴിയും രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഷിയാസ് കരീമിന്റെ ഭാര്യ ദർഭ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇവർക്കെതിരായിട്ടുള്ള ഈ സ്ത്രീക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം തങ്ങളുടെ പക്കലുണ്ട്. തന്നെ മകളെ പോലെയും ഷിയാസിനെ മകനെ പോലെയും കരുതിയ ഒരു സ്ത്രീ പിന്നീട് ഇത്തരത്തിലുള്ള വ്യാജ പരാതിയുമായി രംഗത്തെത്തിയതിലെ അത്ഭുതം കൂടി ദർഭ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നിയമപരമായി നേരിടാൻ തന്നെയാണ് ഷിയാസ് കരീമും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.